മാർച്ച് അമിത്ഷാ കേരളത്തിൽ എത്തിക്കഴിഞ്ഞു. എന്തൊക്കെയായിരിക്കും അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി? ബി ജെ പിയുടെ കേരളത്തിൽ ഒരു പ്രത്യേക സ്ട്രാറ്റജി വെച്ചാണ് നീക്കങ്ങളെല്ലാം നടക്കുന്നത്. ആ സ്ട്രാറ്റജി എന്ന് പറയുന്നത് കേരളത്തിലെ അധികാരത്തിലേക്ക് ബി ജെ പിയെ കൊണ്ടുവരുന്നതിനുള്ള പ്രാഥമികമായ പ്രവർത്തനങ്ങളുടെ തുടക്കം. ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കാലേക്കൂട്ടി തന്നെ, എന്നുവെച്ചാൽ ഇപ്പോൾ പലതരം സംഭവങ്ങളൊക്കെ നടന്നു കഴിഞ്ഞല്ലോ. അതിക്ക് മുമ്പ് 6 മാസം മുമ്പ് ബി ജെ പിയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ടൊരു നേതാവായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 10 സീറ്റ് വരെ നേടാനാണ് പരിശ്രമിക്കുന്നത്. 5 മുതൽ 10 സീറ്റ് വരെ നേടിയാൽ ഞങ്ങളായിരിക്കും കേരളത്തിൻ്റെ ഭരണം നിശ്ചയിക്കുന്നത്, തീരുമാനിക്കുന്നത്. എന്നുവെച്ചാൽ ശരിക്കും ബി ജെ പിയെ ഒരു കിങ് മേക്കർ പൊസിഷനിലേക്ക് മാറ്റുക എന്ന സ്ട്രാറ്റജിയാണ് അമിത്ഷാ യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രവർത്തകരോട് വളരെ രഹസ്യമായി പറഞ്ഞിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന സമയത്ത് അദ്ദേഹം പക്ഷേ അത് മാത്രമല്ല, പൊതുവായ ചില കാര്യങ്ങൾ കൂടി കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരെ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എങ്ങനെ ഗുജറാത്തിൽ ബി ജെ പി അധികാരത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. അതിൻ്റെ ചില സൂചനകൾ മുൻപ് തന്നെ കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്ക് നരേന്ദ്രമോദി നൽകിയിരുന്നു എന്നുള്ളതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുപ്പ് വന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി പിടിച്ചു. വളരെ ആഹ്ലാദത്തോടെയാണ് മോദി അതിനെ ട്വീറ്റ് ചെയ്തത്. മോദി പറഞ്ഞു, ഞങ്ങൾ ഗുജറാത്തിൽ, അല്ലെങ്കിൽ ഞാൻ ഗുജറാത്തിൽ അധികാരത്തിൽ വരുന്നത് അഹമ്മദാബാദ് കോർപ്പറേഷൻ പിടിച്ചുകൊണ്ട്. ഒരു കോർപ്പറേഷൻ മതി നമുക്ക് അധികാരത്തിലെത്താൻ. ആ വർഷം തന്നെ ഗുജറാത്തിൽ ബി ജെ പി അധികാരത്തിൽ വന്നു. അതുപോലെ കേരളത്തിൽ ഈ വർഷം തന്നെ ബി ജെ പി അധികാരത്തിൽ വരും എന്നല്ല അമിത്ഷാ പറയുന്നത്. നമ്മൾക്ക് അധികാരത്തിൽ വരുന്നതിനുള്ള നമ്മുടെ ചില സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകൾ പതുക്കെ നമ്മൾ കയറുകയാണ്. നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് പോലെ, ഞാൻ നിങ്ങളോട് നിർദ്ദേശിച്ചിരുന്ന പോലെ 27% വോട്ട് എന്ന് പറയുന്നതും 5000 സീറ്റുകളെന്ന് പറയുന്നതും നേടാൻ കഴിഞ്ഞില്ല. എങ്കിലും നിങ്ങൾ നേടിയ വിജയം എന്ന് പറയുന്നത് ഉജ്ജ്വലം തന്നെയാണ്. ഒന്ന്, കേരളം പിടിച്ചതിന് തുല്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച് അതിൻ്റെ മേയറായിട്ട് നമ്മുടെ നേതൃത്വം ഉയർന്നു വന്നത്. ഇത് ഭാവിയിലേക്കുള്ള കേരളത്തിലെ ബി ജെ പിയുടെ ജൈത്രയാത്രയുടെ തുടക്കമാണ്. ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നിരിക്കുന്ന മുഴുവൻ പ്രതിനിധികളും വളരെ ആത്മാർത്ഥമായി ബി ജെ പി ജയിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി മുന്നോട്ട് നീങ്ങിയാൽ കേരളം ബി ജെ പി ഭരിച്ചിരിക്കും എന്നാണ്. ഓക്കെ, അതായിരിക്കും അദ്ദേഹം നൽകുന്ന സന്ദേശം. മേഷൻ അറിയാവുന്ന പോലെ ഈ അമിത്ഷാ എന്ന് പറയുന്നത് വലിയൊരു ടീം വർക്കിൻ്റെ ഇങ്ങേ അറ്റത്തിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ വലിയൊരു ടീമുണ്ട്. പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വളരെ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ട് നിർവഹിക്കുന്ന ഒരാളാണ്. ഉദാഹരണത്തിന് നോക്കൂ, വളരെ അസാധ്യമായി ഇതുവരെയുള്ള ഗവൺമെൻറ്റുകൾക്ക് കഴിയാതിരുന്ന ഒന്നാണ് ഇന്ത്യയിലെ നക്സൽ ഭീകരവാദം ഇല്ലാതാക്കുക എന്നുള്ളത്. അത് ഏതാണ്ട് സാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നും 7 പേര് കീഴടങ്ങി ദിവസവും അല്ലെങ്കിൽ അമർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നക്സൽ മുക്തമായിട്ടുള്ളൊരു ഭാരതം എന്ന് പറയുന്ന ആ പ്ലാൻ പറഞ്ഞ പോലെ നമുക്ക് അവിശ്വസനീയമായ കാര്യം നടപ്പാക്കി എന്ന് പറയുന്ന പോലെ ഒരു ലക്ഷ്യമാണ് കേരളം പിടിക്കുക എന്നുള്ളത്. പിടിക്കുമോ? ഒട്ടകം സൂചിക്കുഴലിൽ കൂടി കടക്കുന്നത് പോലെ ആയിരിക്കുമോ? അല്ല, കേരളം പിടിക്കില്ല എന്ന് ആർക്കും ഇപ്പോൾ പറയാൻ പറ്റില്ല. കേരളം പിടിക്കുന്നതിന് അത്യാവശ്യം വേണ്ടതായ കാര്യങ്ങളെല്ലാം ബി ജെ പി ചെയ്തു കഴിഞ്ഞു. ശരി, കാരണം നേരത്തെ കേരളത്തിൽ ബി ജെ പിയെ അകറ്റി നിർത്തുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു. കാരണം ബി ജെ പി കാണിച്ചിരുന്ന വർഗീയത, ഹിന്ദുത്വ വർഗീയതയുടെ തീവ്രത കൊണ്ടാണ് അത് അങ്ങനെ അകറ്റി നിർത്തപ്പെട്ടത്. പക്ഷേ അത് ബി ജെ പി പതുക്കെ മാറ്റാൻ തുടങ്ങി. ബി ജെ പിയെ മാറ്റാൻ തുടങ്ങിയത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ക്രൈസ്തവ കുടുംബങ്ങളിലേക്കുള്ള ക്ഷേമാന്വേഷണങ്ങളിലൂടെയായിരുന്നു അതിൻ്റെ തുടക്കം. അരമനകളിലെല്ലാം അവർ ക്രിസ്മസ് ദിനങ്ങളിൽ കേക്കുമായിട്ട് എത്തിച്ചേർന്നു. അവരുമായിട്ട് സംഭാഷണങ്ങൾ ആരംഭിച്ചു. നിതാന്തമായ ചങ്ങാത്തം വന്നു. നിരവധി ക്രിസ്ത്യാനികൾ
BJP ചേർന്നു. BJPക്ക് വേണ്ടി വാദിക്കുന്ന സംഘത്തെ ക്രിസ്ത്യാനികൾക്കിടക്ക് അവർക്ക് വളർത്തിയെടുക്കാനായിട്ട് കഴിഞ്ഞു. കാസ BJPയിലെ ക്രിസ്ത്യാനിയാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയിലെ BJPയാണ്. ഇങ്ങനെ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യങ്ങളല്ല അത് എന്ന് കൃത്യമായിട്ട് അമിത്ഷായ്ക്കറിയാം. അതിന് സമയമെടുത്താലും അതിന് ഫലമുണ്ടാകും. അങ്ങനെ നല്ല രീതിയിലേക്ക് ക്രൈസ്തവരുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറാനും ക്രൈസ്തവരുടെ ലോകത്ത് ഒരു BJP ലോകം നിർമ്മിക്കാനും അമിത്ഷാ കഴിഞ്ഞു. അതാണ് ക്രിസംഗികൾ എന്ന പേരിൽ പിന്നീട് അറിയപ്പെടാനായിട്ട് തുടങ്ങി. ഇവരുടെ വളരെ ശക്തമായ ഇടപെടലിൻ്റെ ഫലമായിട്ട് തന്നെയാണ് തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കുന്നത്. സുരേഷ് ഗോപിയുടെ വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കിടന്ന തെരഞ്ഞെടുപ്പിൽ BJP അവിടെ പിറകിലേക്ക് പോവുകയും BJPക്ക് വോട്ട് ചെയ്ത് ക്രിസ്ത്യാനികൾ തിരിച്ച് ക്രിസ്ത്യാനികളുടെ താവളത്തിലേക്ക് UDFിലേക്ക് പോവുകയും അവർക്ക് വോട്ട് വയ്ക്കുകയും ചെയ്തു. പക്ഷെ അവിടെ ചില അത്ഭുതങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇപ്പോഴും BJPക്കായി. അവിടെ ഒരു മുസ്ലിം വനിതയെ വിജയിപ്പിച്ച് അത് BJPയുടെ കൗൺസിലറാണ് അവർ. ആ കൗൺസിലർ ഇങ്ങനെ തൃശ്ശൂർ നഗരത്തിലൂടെ ഇങ്ങനെ നടക്കും. മുസ്ലിം BJP, അതുപോലെ നിരവധി ക്രിസ്ത്യൻ BJPക്കാർ, ഹിന്ദു BJPക്കാരും ഒക്കെ ആയിട്ട് വന്ന് കേരളത്തിലൊരു രാഷ്ട്രീയ പാർട്ടിയെ പോലെ പ്രവർത്തിക്കാൻ പറ്റുന്ന രീതി അവർക്ക് നിർമ്മിച്ചെടുക്കാനായിട്ട് കഴിയും. 2-3 ദിവസമായുള്ളൂ. റജു ലൂക്കോസ് എന്ന് പറയുന്ന അയാൾ BJPയുടെ ഷാളണിഞ്ഞ് ആഹ്ലാദവാനായിട്ടിരുന്നു. ഇന്നലെ വരെ അയാൾ BJPയെ നിരന്തരമായിട്ട് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയും CPMനെ 100% ന്യായീകരിക്കുകയും ചെയ്യുന്ന വലിയൊരു ന്യായീകരണ തൊഴിലാളിയായിരുന്നു. ഒരു ദിവസം അയാൾ BJP ആകും. ഇതെല്ലാം കേരളത്തെ കാണിക്കുകയാണ് BJP. ഇത് ഇങ്ങനെയാണ് ഞങ്ങൾ ക്രിസ്ത്യാനികളെ മാമോദീസമൊക്കെ BJPക്കാരാക്കി മാറ്റുന്നത്. അത് ഒരുപാട് ക്രിസ്ത്യാനികൾക്ക് പ്രചോദനം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അവർക്ക് ഒരു അത്യാഗ്രഹം ജനിപ്പിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരുപാട് പേര് BJPയിലേക്ക് ചേർന്ന് കഴിയുമ്പോൾ ഈ BJPയോടുള്ള ഒരു തൊട്ടുകൂടായ്മ എന്ന് പറയുന്നത് ഏതാണ്ട് അവസാനിച്ചല്ലോ. അത് മാത്രമല്ല, തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഭരിക്കുകയും ആ കോർപ്പറേഷൻ്റെ മേയറായിട്ട് BJPയുടെ അല്ലെങ്കിൽ RSSൻ്റെ നേതാവ് രാജേഷ് വരികയും ചെയ്തു. രാജേഷ് അപ്പോൾ എപ്പോഴും ഈ മെയിൻ എന്താണ് നമ്മുടെ ലൈം ലൈറ്റിൽ എപ്പോഴും ഉണ്ട്. മേയറുടെ ഒരു വാർത്താപത്രത്തിലുണ്ട്. അതാണ് രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് BJPയുടെ വളർച്ചയ്ക്ക് സഹായകരമായി മാറുന്ന ഘടകം. ഇനി കോമ്പിറ്റൻസിയാണ് കുറച്ച് സമയത്ത് ആളുകൾ നോക്കുക. കാരണം BJP ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പോലെ എന്നുള്ള ഒരു പൊസിഷനിലേക്ക് അതിന് എന്ത് ചെയ്ത് പൊസിഷൻ ചെയ്യാൻ കഴിഞ്ഞു കേരളത്തിൽ. ഇപ്പോൾ ഉത്തരേന്ത്യയിലെ പോലെ വർഗീയവാദം കൊണ്ട് കേരളം പിടിക്കാൻ പറ്റില്ലെന്ന് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വർഗീയവാദത്തിന് പകരമായിട്ട് BJP ഒരു പൊളിറ്റിക്കൽ ആംഗിളിൽ നിന്നുകൊണ്ട് കേരളത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ആയിട്ട് പൂർത്തീകരിച്ച് 2026 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ത്രികോണ മത്സരമാക്കുക എന്നതാണ് ബേസിക്കായിട്ട് BJP ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അങ്ങനെ മാറ്റിയാൽ ഏത് സമയവും പിന്നെ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഇടത്താണ് BJP നിൽക്കുന്നതെന്ന് വരും. BJP ജയിക്കുമെന്ന് കണ്ടാൽ കോൺഗ്രസ്സിലും CPMലും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പലരും BJPയിലേക്ക് ചേരും. കാരണം പലരും കോൺഗ്രസ്സിൽ നിൽക്കുന്നത്, പലരും CPMൽ നിൽക്കുന്നത് അവർ വിജയിക്കുകയും MLA ആകുകയും മന്ത്രിയാവുകയും ഒക്കെ സംഭവിക്കും എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ്. ആ വിശ്വാസം തീരെ BJPക്കില്ല. BJPക്ക് അങ്ങനത്തെ ഒരു ക്രെഡിബിലിറ്റി ഇല്ല. ജയിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ജയിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്നത്? ആളുകൾ അതിനകത്തേക്ക് ഇരച്ചു കയറും. ആളുകൾ അധികാര ആർത്തി പൂണ്ട് നടക്കുന്ന മനുഷ്യരൂപങ്ങളാണ്. അതാണ് ആളുകളുടെ പ്രത്യേകത. എവിടെയാണ് അധികാരമുള്ളത് അവിടേക്ക് ഈ ഭ്രാന്തന്മാർ ഓടിക്കയറും. റജി ലൂക്കോസ് അങ്ങനെ ഓടിക്കയറിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അയാൾക്ക് വലിയ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് അല്ലേ? അങ്ങനെ നീ വരൂ, നിന്നെ സ്ഥാനാർത്ഥിയാക്കാന്ന് പറഞ്ഞാൽ അവൻ ഓടിക്കയറി സ്ഥാനാർത്ഥിയാവും. കാരണം അവൻ ആരുമല്ല ഇവിടെ ഈ കേരളത്തിൽ. BJPയുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന സാധ്യതകളൊക്കെ ടാപ്പ് ചെയ്യലാണ് റജി ലൂക്കോസിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് റജി ലൂക്കോസ് അതിനകത്ത് ഓടിക്കയറി. ഇങ്ങനെ പലർക്കും ഓടിക്കയറാവുന്ന കൂടായിട്ടത് മാറും. കുറേ കഴിയുമ്പോൾ ഈ കൂട്ടിൽ ആൾ നിറഞ്ഞിട്ട് പിന്നെ പ്രശ്നമാകും.
രാഷ്ട്രീയത്തിൻ്റെ സ്ഥിതികളൊക്കെ ഇങ്ങനെയാണ്. എന്നിട്ട് തന്നെ. അതിനപ്പുറത്ത് നമ്മൾ ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. കോൺഗ്രസിലും അതുപോലെ CPM-ലൊക്കെ പുരനിറഞ്ഞു നിൽക്കുകയാണ് ആളുകൾ. അവർക്ക് മത്സരിക്കാനായിട്ട് സാധ്യതകളില്ലാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? എനിക്ക് CPM-ൽ പൂർണ്ണമായ അവഗണനയാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? BJP-യിലേക്ക്. കാരണം അവിടെ സ്പേസ് കിടക്കുന്നുണ്ട്, ഇഷ്ടമായി ആളില്ല. അപ്പോൾ ഇവിടുന്ന് ഓടി കയറുന്നവർക്ക് അവിടെ സ്ഥാനാർത്ഥിയാകാം, അധികാരം കിട്ടാനുള്ള വഴികളുണ്ടാവുകയാണ്. അങ്ങനെ ഉള്ള തന്ത്രങ്ങൾ വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ഈ ജയിച്ചു വന്നിരിക്കുന്നതായിട്ടുള്ള സ്ഥാനാർത്ഥികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തലുകൂടി ഈ ആഗമനത്തിൻ്റെ പ്രധാന ഉദ്ദേശമാണ്. അതുകൊണ്ട് ഈ 11 എന്ന് പറയുന്ന ദിവസത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് മനസ്സിലാക്കിയത്. തീർച്ചയായിട്ടും. ഈ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ BJP-യോടുള്ള ആ തൊട്ടുകൂടായ്മ പണ്ടിതായിരുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ആ തൊട്ടുകൂടായ്മ ക്രമേണ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ABC ന്യൂസിന് മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത്, പറയാൻ അറിയാവുന്നതും. അതിന് ഹിന്ദിയും കൂടി ഉണ്ട്. ഒരു ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്, ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.